അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ സുഹൃത്തുക്കളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ വന്നപ്പോൾ ചില മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവർക്കും ചില നവീനവാദികൾക്കും പുത്തൻവാദികൾക്കും വല്ലാത്ത കുരു പൊട്ടി ഒലിക്കുന്നതായിട്ടാണ് ഇന്ന് കാണാൻ സാധിച്ചത്. അതൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. അതൊന്ന് കേട്ടു നോക്കുക. 15 വർഷത്തിന്റെ അടക്കം 1/2 സെന്റിമീറ്റർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശം വളർന്നു എന്നും റൗള ഷരീഫിന്റെ പൊടിയിട്ട വെള്ളം ഇപ്രാവശ്യത്തെ റബീഉൽ അവ്വലിന്റെ പ്രത്യേകതയാണെന്നും ആ മുടിയിട്ട വെള്ളമാണ് എല്ലാ രോഗങ്ങൾക്കും ശമനമെന്നും വ്യാഖ്യാനിക്കപ്പെടുന്ന പുരോഹിത വർഗത്തിലേക്ക് ഈ പ്രവാചകന്റെ ചരിത്രത്തെ ആളുകൾ കൊണ്ടെത്തിച്ചപ്പോ നിർഭാഗ്യവശാൽ സംസാരിക്കപ്പെടേണ്ട പലതും മറച്ചുപിടിച്ച് ഇത്തരത്തിലുള്ള പൊട്ടന്യായങ്ങളിലേക്കും അന്ധവിശ്വാസത്തിലേക്കുമാണ് ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തെ ചില ആളുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുടി, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇന്ന് ലോകത്ത് പല സ്ഥലത്തുമുണ്ട് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. എല്ലാ മുടിയും വളർന്നോ? ഒരു മുടി എങ്ങനെ കേരളത്തിലേക്ക് എത്തിയെന്ന് അത് കൊണ്ടുവന്ന ആളുകൾ വിശദീകരിക്കേണ്ടതിന് പകരം ബോംബെയിലുള്ള ഒരു മനുഷ്യൻ, പിന്നീട് ഹസ്രജിയായ മറ്റൊരു മനുഷ്യൻ, പിന്നീട് അങ്ങോട്ട് സനദുകൾ ചേർക്കപ്പെടാത്ത വ്യാഖ്യാനങ്ങൾ, അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തപ്പെടുന്ന, അതല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയൊരു വർണ്ണം, നീളം, ഈ വ്യാഖ്യാനിക്കപ്പെടുന്ന കൃത്യമായ സ്വഹീഹായ രേഖപ്പെടുത്തലുകൾ ഇല്ലെങ്കിലും അത് വിശദീകരിക്കപ്പെടുമ്പം ആളുകൾ പറയും അവർക്ക് ആ വിശ്വാസമില്ലാത്ത പുത്തൻവാദികളായി എന്നുള്ളത് കൊണ്ടാണെന്ന്. അപ്പോൾ സഹീഹായ ഹദീസ് വേണം മൂപ്പർക്ക്, എന്നാൽ അവർ ചെയ്യുമെന്ന് തോന്നും പല പ്രസംഗം കേട്ടാൽ. ഓഹോ, മോട്ടിവേഷൻ സലഫി, നിങ്ങളൊരു 2 അക്ഷരം പറയണമെന്ന് ഞാൻ ആദ്യം കരുതിയതാണ്. നിങ്ങൾക്ക് ബഹുമാനം ആസാറിനോടില്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ. നിങ്ങൾക്ക് ഹദീസും ആയത്തും തെളിവുണ്ടായിട്ട് നിങ്ങൾ ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ചെയ്യുന്നതാണോ? ഇനി തെളിവ് കിട്ടിയാൽ നിങ്ങളത് അംഗീകരിക്കുമോ? സലഫികളെ, 916 നമ്പർ ഹദീസാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. വെള്ളിയാഴ്ച ജുമഅക്ക് 2 വാങ്ക് സ്ഥിരപ്പെട്ടു എന്ന് സഹീൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ലോകത്ത് എല്ലാ മുസ്ലിമീങ്ങളെ പള്ളിയിലും വെള്ളിയാഴ്ച 2 ബാങ്കാ ജുമഅക്ക്. സലഫി മോട്ടിവേഷൻ മൗലവി നിങ്ങൾക്കുണ്ടോ? ഹദീസില്ലായിട്ടാ? പിന്നെ ആസാറിൻ്റെ കാര്യത്തിൽ ബഹുമാനമുണ്ട്, അതിന് ബറക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അത് എടുത്തോട്ടെ. നിങ്ങളെന്തിന് പരിഹസിക്കണം? നിങ്ങൾ പരിഹസിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസത്തിൽ കരഞ്ഞ ഒരു ചങ്ങാതിയുണ്ട്, അത് ഇബ്ലീസാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജനിച്ചതിൽ എല്ലാവരും സന്തോഷിക്കുമ്പോൾ ആ കരഞ്ഞ ചങ്ങായിയോടാണ് സ്നേഹം എന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എല്ലാ നവീനവാദികളും ചാടിയിരിക്കുന്നല്ലോ. എന്നാൽ നിങ്ങളെ ഹുസൈൻ സലഫി എന്താണ് ഈ വിഷയത്തിൽ പറയുന്നു എന്നും കൂടി കേട്ടൂടെ മോട്ടിവേഷൻ മൗലവി? നിങ്ങൾക്ക് ഖുർആനും ഹദീസുമല്ല, ഒരു വിഷയത്തിലും നിങ്ങൾക്ക് മുസ്ലിമീങ്ങളെ വിശ്വാസമില്ല സലഫികളെ. അള്ളാൻ്റെ ദീനിൽ നിങ്ങൾ തർക്കിക്കാത്ത വല്ല വിഷയവുമുണ്ടോ? ആസാറ് വിടിയും. അള്ളാൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തായ ഇസ്ലാം ദീനിൽ തർക്കമില്ലാത്ത ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് നിങ്ങൾ ആ സലഫി മോട്ടിവേഷൻ മൗലവി, നിങ്ങൾ ആ ഹുസൈൻ സലഫി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കുന്നത് നന്നാവും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിലുണ്ടായ മുടി, അവിടുത്തെ ശരീരത്തിൽ പൊടിഞ്ഞ വിയർപ്പ്, അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്ത്രം, അവിടുത്തെ ശരീരത്തിലുണ്ടായിരുന്ന നഖം, അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്തുക്കൾ, അവിടുത്തെ ശരീരത്തെ എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ ആള് പറഞ്ഞത്? ബോഡി വേസ്റ്റ്. ബോഡി വേസ്റ്റ് എന്ന പ്രയോഗം ഈ മുസ്ലിം സമുദായത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ബോഡി വേസ്റ്റ്. ആരാണ് ആ വിഷയത്തിൽ നീതി പുലർത്തിക്കൊണ്ട് സംസാരിച്ചത്? ജമാഅത്തുകാരാണോ? ജമാഅത്തുകാർക്ക് അത് പണ്ടേ ബോഡി വേസ്റ്റ് ആണ്. ചേകന്നൂരികളാണോ? അവർക്കത് പണ്ടേ ബോഡി വേസ്റ്റും ഏറ്റവും വലിയ എല്ലാ രൂപത്തിലുള്ള മാലിന്യവുമാണ്.
പിന്നെയോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പോയവരാണോ? അവർക്കും സാധിച്ചില്ല. കാരണം അവരും തബറുക്കിനെ നിഷേധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെങ്കിൽ പോലും അതിനൊരു ബറക്കത്തുമില്ല എന്നാണ് അവരും എഴുതിവിട്ടിട്ടുള്ളത്. അതെ, നമ്മൾ മനസ്സിലാക്കണം, ഹദീസ് നിഷേധത്തിന്റെ നാമ്പ് ഹൃദയത്തിലുള്ള മുഴുവൻ ആളുകളുടെയും സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉള്ള യാഥാർത്ഥ്യങ്ങളെ പോലും അംഗീകരിക്കാൻ സാധ്യമാവാതെ തള്ളിക്കളയുന്നൊരവസ്ഥ പലർക്കും ഇന്ന് ദഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ടോ? ഉണ്ട് സഹോദര, ഉണ്ട്. സഹാബിമാരത് ബറക്കത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ വിയർപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്, അവിടുത്തെ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല. അത് പറയുന്നതിൽ ഒരു ലജ്ജയും നമുക്ക് വേണ്ടതില്ല.